ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 2 പ്രോബ്ലംസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് റേഷ്യോ അനാലിസിസിൻ്റെ 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാലൻസ് ഷീറ്റ് ഓഫ് AB ലിമിറ്റഡ് ആസ് ഓൺ 31/12/2019 ഈസ് ഗിവൻ ബിലോ. അസറ്റ്സ്, നോൺ കറൻറ്റ് അസറ്റ്സ് ₹1,80,000, കറൻറ്റ് അസറ്റ്സിൽ സ്റ്റോഴ്സ് 25,000, debtors 55,000, bills receivable 3,000, bank 2,000, total 2,65,000. Then equity and liabilities, equity capital 1 lakh, 9% preference capital 50,000, retained earnings 20,000, non-current liabilities 8% debentures 50,000, current liabilities creditors 45,000, total 2,65,000. Calculate current ratio, liquid ratio, debt equity ratio, fixed asset ratio and capital gearing ratio. ഇതിൽ കറൻറ്റ് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഫിക്സഡ് അസറ്റ് റേഷ്യോ ആൻഡ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ഇത് സ്ഥാപനത്തിൻ്റെ ലോങ് ടേം സോൾവൻസി പൊസിഷനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് സൊല്യൂഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് കറൻറ്റ് റേഷ്യോയാണ്. ഇതിൽ ഫസ്റ്റ് വൺ കറൻറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല. കറൻറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു current asset divided by current liabilities. Current assets, stores 25,000, debtors 55,000, bills receivable 3,000 and bank 2,000. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 85,000 വരുന്നുണ്ട്. അപ്പോൾ 85,000 ആണ് കറണ്ട് അസറ്റ്സ്. ദെൻ കറണ്ട് ലയബിലിറ്റീസ് 45,000, ഓൺലി ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 45,000. അപ്പോൾ 85,000 ഡിവൈഡഡ് ബൈ 45,000, 85,000 ഡിവൈഡഡ് ബൈ 45,000. (1.88) 1.89:1. ഇതാണ് കറൻറ്റ് റേഷ്യോ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കറൻറ്റ് റേഷ്യോ, സ്റ്റാൻഡേർഡ് കറൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് 1.89 ആണ്. അപ്പോൾ നിയറസ്റ്റ് ടു 2 ആണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ കുഴപ്പമില്ല, സൗണ്ട് തന്നെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ലിക്വിഡ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ലിക്വിഡ് റേഷ്യോ ഇസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് എന്നാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ ഇവിടെ നേരത്തെ കറണ്ട് അസറ്റ്സ് 85,000 ആണ്. അപ്പോൾ അതിൽ നമുക്ക് 85,000-ൽ നിന്ന് സ്റ്റോഴ്സ് ലിക്വിഡ് അസറ്റിൽ എടുക്കില്ല. അപ്പോൾ ഈ 25,000 മാറ്റിയാൽ മതി 85,000-ൽ നിന്ന്. അപ്പോൾ 85,000-ൽ നിന്ന് 25,000 റിമൂവ് ചെയ്യുന്ന സമയത്ത് 60,000 കിട്ടും. അപ്പോൾ 60,000 ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി സെയിം ആണ് 45,000. അത് 1.33 എന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 1.33:1. അപ്പോൾ ഇവിടെ ലിക്വിഡ് റേഷ്യോയിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 1:1 ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 1.33:1 ആണ്. ഇതിൽ 2 റേഷ്യോസ് നോക്കുന്ന സമയത്ത് കറണ്ട് റേഷ്യോ 1.89:1 1.33:1. അപ്പോൾ ഇവിടെ സ്ഥാപനത്തിൻ്റെ ഷോർട്ട് ടേം സോൾവൻസി പൊസിഷൻ സാറ്റിസ്ഫാക്ടറി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ് ആണ്. debt equity ratio.
ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു അതിൻ്റെ ഫോർമുല ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നാണ്. ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ ഇവിടെ ലോങ് ടേം ഡെപ്റ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലോങ് ടേം ഡെപ്റ്റ്സിൽ വരുന്നത് 50,000 ആണ്. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഇക്വിറ്റി ക്യാപിറ്റൽ എടുക്കും, പ്രിഫറൻസ് ക്യാപിറ്റൽ എടുക്കുന്നുണ്ട്, അതുപോലെ റീറ്റെയിൻഡ് ഏർണിങ്സും എടുക്കുന്നുണ്ട്. അപ്പോൾ 1,70,000 ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈക്വൽ ടു 50,000 ലോങ് ടേം ഫണ്ട് ഡിബഞ്ചേഴ്സ് മാത്രമാണ് വരുന്നത്. അപ്പോൾ 50,000 ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഇക്വിറ്റി, പ്രിഫറൻസ്, റീറ്റെയിൻഡ് ഏർണിങ്സ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 1,70,000 കിട്ടുന്നുണ്ട്. ഇപ്പോൾ 50,000 ഡിവൈഡഡ് ബൈ 1,70,000 ഇപ്പോൾ 0.29 ആണ് കിട്ടുന്നത്. 0.3 എടുക്കാം. ഇതിൽ 0.3:1 ഇതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വരുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്ന ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ സ്റ്റാൻഡേർഡ് 1:1 ആണ്. ഇവിടെ വളരെ കുറവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോങ് ടേം സോൾവൻസി ഇവിടെ വളരെ പുവറായിട്ടാണ് വരുന്നത്. ഇനി അടുത്തത് ഫിക്സഡ് അസറ്റ് റേഷ്യോയാണ്. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഇത് കാണുന്നതിനുള്ള ഫോർമുല ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്. ലോങ് ടേം ഫണ്ട് അപ്പോൾ ഇതിൽ ഫിക്സഡ് അസറ്റ് നോൺ കറണ്ട് അസറ്റ്സ് 1,80,000 തന്നിട്ടുണ്ട്. അത് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്. ലോങ് ടേം ഫണ്ട്സിൽ വരുന്നത് ഓൺലി ലോങ് ടേം ഫണ്ട്സ് പറയുന്ന സമയത്ത് ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതായത് ഡിബഞ്ചേഴ്സ് ഉൾപ്പെടെ ഇക്വിറ്റി ക്യാപിറ്റലും പ്രിഫറൻസ് ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇവിടെ 1,70,000 അതുപോലെ തന്നെ 50,000. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 2,20,000 വരുന്നുണ്ട് ലോങ് ടേം ഫണ്ട്സ്. ഇപ്പോൾ ഫിക്സഡ് അസറ്റ് 1,80,000 ഡിവൈഡഡ് ബൈ 2,20,000. ഇവിടെ ലോങ് ടേം ഫണ്ട്സിൽ ഇക്വിറ്റി, പ്രിഫറൻസ്, അതുപോലെ റീറ്റെയിൻഡ് ഏർണിങ്സ് പ്ലസ് ഡിബഞ്ചേഴ്സ്. $1,80,000 divided by 2,20,000. ഇപ്പോൾ 0.81, 0.82, 0.82:1 ഇതാണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഫിക്സഡ് അസറ്റ് മുഴുവൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു പൊസിഷനാണ് കാണിക്കുന്നത്. അടുത്തത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. Capital gearing ratio is equal to fixed income bearing fund divided by equity shareholders fund. ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇവിടെ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് പറയുമ്പോൾ ഫിക്സഡ് ഇൻകം വരുന്നത് പ്രിഫറൻസ് ക്യാപിറ്റൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ 50,000 പിന്നെ വരുന്ന ഡിബഞ്ചേഴ്സ് 50,000, അങ്ങനെ 1,00,000 ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1,00,000 റീറ്റെയിൻഡ് ഏർണിങ്സ് 20,000, അങ്ങനെ 1,20,000. $1,00,000 divided by 1,20,000, 0.83, 0.83:1 ആണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കിട്ടുന്നത്. ഇത്രയാണ് നേരത്തെ നോക്കിയ കറണ്ട് റേഷ്യോ,
1.89:1, liquid ratio 1.33:1, and debt equity ratio 0.3:1, fixed asset ratio 0.82:1, then capital gearing ratio 0.83:1. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഫോളോയിങ് റേഷ്യോസ് ഫ്രം ദ ബാലൻസ് ഷീറ്റ് ഗിവൻ ബിലോ. അതിൽ ഫസ്റ്റ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഫിക്സഡ് അസറ്റ് റേഷ്യോ, കറണ്ട് റേഷ്യോ ആൻഡ് ക്യുക്ക് റേഷ്യോ. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ്, നോൺ കറണ്ട് അസറ്റ്സ് 6 lakh, കറണ്ട് അസറ്റ്സിൽ ലിക്വിഡ് അസറ്റ്സ് 3 lakh, ദെൻ സ്റ്റോക്ക് 1 lakh. അങ്ങനെ മൊത്തം ടോട്ടൽ 10 lakh. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഷെയർ ക്യാപിറ്റൽ 5 lakh, നോൺ കറണ്ട് ലയബിലിറ്റീസ് 2,50,000, കറണ്ട് ലയബിലിറ്റീസ് 2,50,000, ടോട്ടൽ 10 lakh. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ ഫിക്സഡ് അസറ്റ് റേഷ്യോ, കറണ്ട് റേഷ്യോ ആൻഡ് ക്യുക്ക് റേഷ്യോ. ഫസ്റ്റ് വൺ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. Debt equity ratio is equal to long term debts divided by shareholders fund. Long term debts divided by shareholders fund. ഇവിടെ ലോങ് ടേം ഡെപ്സ് വരുന്നത് നോൺ കറണ്ട് ലയബിലിറ്റീസ് 2,50,000, ഇതാണ് ലോങ് ടേം ഡെപ്റ്റ് വരുന്നത്. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ 5 lakh. അപ്പോൾ 2,50,000 ഡിവൈഡഡ് ബൈ 5 lakh. $2,50,000 ഡിവൈഡഡ് ബൈ 5 lakh ചെയ്യുന്ന സമയത്ത് 0.5:1. ഇതും 1:1 ആണ് ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറവായിട്ടാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ വരുന്നത്, 1-നേക്കാളും കുറവായിട്ടാണ് വരുന്നത്. ഇനി അടുത്തത്, അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ലെസ് ദാൻ 1:1 ആയത് കാരണം, 1-നേക്കാളും കുറവായത് കാരണം ഇതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നോട്ട് സാറ്റിസ്ഫാക്ടറി എന്ന് പറയാം. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ബിലോ 0.5 ആയ കാരണം നമുക്കിതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ലോവർ ആണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തത് കണ്ടുപിടിക്കേണ്ടത് ഫിക്സഡ് അസറ്റ് റേഷ്യോയാണ്. ഫിക്സഡ് അസറ്റ് റേഷ്യോ കാണുന്നതിന് ഫിക്സഡ് അസറ്റ് റേഷ്യോ, അതിൽ ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്, ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്. ഇപ്പോൾ ഫിക്സഡ് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട് 6 lakh, നോൺ കറണ്ട് അസറ്റ്സ് 6 lakh. അപ്പോൾ 6 lakh ഡിവൈഡഡ് ബൈ ഈ ലോങ് ടേം ഫണ്ട്സ് എന്ന് പറയണതിൽ ഷെയർ ക്യാപിറ്റൽ, അതുപോലെ നോൺ കറണ്ട് ലയബിലിറ്റീസ്, അപ്പോൾ 7,50,000. 6 lakh ഡിവൈഡഡ് ബൈ 7,50,000. .8 0.8:1. ഇവിടെ 0.8:1 എന്നാണ് വന്നിരിക്കുന്നത്. ലെസ് ദാൻ 1 ആണ്, അതുകൊണ്ട് ഇവിടെ നമുക്ക് സൗണ്ട് ഫിനാൻഷ്യൽ പൊസിഷനായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഫിക്സഡ് അസറ്റ് മുഴുവൻ വാങ്ങിയിരിക്കുന്ന ലോങ് ടേം ഫണ്ട്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇനി അടുത്തത് തേർഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കറണ്ട് റേഷ്യോ. Current ratio is equal to current asset divided by current liabilities. Current liabilities. ഇവിടെ current assets തന്നിരിക്കുന്നത് ലിക്വിഡ് അസറ്റ്സ് ആൻഡ് സ്റ്റോക്ക്, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ 4 lakh. 4 lakh ഡിവൈഡഡ് ബൈ കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ് 2,50,000. ഇപ്പോൾ 4 lakh
divided by 2,50,000. So 1.6. 1.6:1. ഇവിടെ നമുക്ക് കറണ്ട് റേഷ്യോ 2:1 ആണ്. ഇവിടെ 1.5നേക്കാളും കൂടിയത് കാരണം നമുക്കിതും സാറ്റിസ്ഫാക്ടറി ആയിട്ട് കൺസിഡർ ചെയ്യാം കറണ്ട് റേഷ്യോ. ദെൻ ഫോർത്ത് വൺ, ക്യുക്ക് റേഷ്യോ. ക്യുക്ക് റേഷ്യോ ഇസ് ഈക്വൽ ടു ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് എന്നാണ്. അപ്പോൾ ക്യുക്ക് അസറ്റ് കാണുന്നതിനായിട്ട് കറണ്ട് അസറ്റിൽ നിന്ന് നമുക്ക് സ്റ്റോക്ക് മാറ്റിയാൽ മതി. ഇവിടെ തന്നിട്ടുണ്ട് ലിക്വിഡ് അസറ്റ് ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ 3 lakh എടുക്കാം. 3 lakh divided by current liabilities 2,50,000. $2,50,000. (1.2:1). ക്യുക്ക് റേഷ്യോ സാറ്റിസ്ഫാക്ടറി ആണ്, ഷോർട്ട് ടേം സോൾവൻ്റ് ആണ്. ഇത്രയാണ് ഇതിലും വരുന്നത്. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.5:1, ഫിക്സഡ് അസറ്റ് 0.8:1, കറണ്ട് റേഷ്യോ 1.6:1, ദെൻ ക്യുക്ക് റേഷ്യോ 1.2:1. 1.1 ആണ്, 1:1 ആണ് സ്റ്റാൻഡേർഡ്. ഇവിടെ 1.2 ഉണ്ട്. അപ്പോൾ ലിക്വിഡിറ്റി പൊസിഷൻ സൗണ്ട് ആണ്. ഓക്കെ, താങ്ക് യു.